ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിള്ളേരെ വേഗം ആവട്ടെ. ഫാസ്റ്റ് അപ്പി. ആ അവിടെ വയ്യപ്പി. വേഗം റെഡിയാകട്ടെ, പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ? ഊപ്പേ, ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. ഓ ഒന്ന് വേഗമാകട്ടെ മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയാടി? ലോക്കപ്പ്. അവിടെ ആവുമ്പോ 3 നേരം ഞമ്മ കിട്ടും. ലോക്കപ്പിലൊക്കെ എന്റെ പട്ടി വരും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. എപ്പോഴും കടന്ന് അവരെന്തായിരിക്കും? ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും. ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ, മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. MG റോഡിന്റെ വക്കിലേ. ഈ ചെറുക്കൻ സ്വപ്പ പെശകാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവിടുന്ന കൊടുക്കാൻ പാരയാവോ? എടി, ഇവൻ മറ്റു 4 പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാണ്. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ? എങ്കി പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി. ഓ, നിങ്ങൾക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. കൊച്ചേ, ഇനി മുതൽ നീയും ഈ 4 പിള്ളേരും ഒന്നാണ്. 4 1 5 അല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെ ഒരു രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണിത്. ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി, അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ഇവന് കമ്മീഷൻ വേണ്ട. മനുഷ്യ വെയില് മൂക്കുന്നു. ആ, എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമമെന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്. പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എന്നാ പിന്നെ പശുവിന് വാടകയ്ക്കെടുക്ക്. വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മരങ്കോള് തന്നെ കിട്ടണേ. പശുവിനേക്കാൾ നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇടാ, വാഴ പിടിക്കാൻ അള്ളു വെക്കണം പോത്തെ. വണ്ടി ഒന്നും കാണാനില്ലോടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസ് ചെയ്ത് ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ, ജാക്കി. അവനത് ചെയ്തോളും. നിങ്ങൾ വന്നേ. ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും? എന്റെ കർത്താവേ. പോലീസെങ്കിൽ പോലീസ്. എന്തൊരു ഗതികേട്. ഇനിയിപ്പോ എന്തോ ചെയ്യാ? ഞാനെന്ത് ചെയ്യാനാ? എന്ത് പറ്റി സാർ? പഞ്ചറായി. ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച് പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്തായിരുന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനെ ഒരു ഭാഗ്യം. സാറ് ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തും കണ്ട് ഒരു കടയുള്ളൂ സാർ. സാറേ, ഈ സ്റ്റെപ്പിനി ഇല്ലയോ? അല്ല, സ്റ്റെപ്പിനി ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിനി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിനി കൂടി പഞ്ചറായിട്ട് ആ 2 പഞ്ചറായിട്ടുള്ള ടയർ ഉരുട്ടിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പറായിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ടീം ഇവിടെ അടുത്തുണ്ട് സാർ. ഞാൻ പോയി വിളിച്ചോട്ടെ. വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ് ആയിക്കോട്ടെ, എവിടെ വേണം. നമുക്ക് കാശ് എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോണ്ടേ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് എന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണകം വിട്ടത്? ഞാനല്ല, പശുവാണ് ചാണകം വിട്ടത്. അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണകം വിട്ടത്? പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കയറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സംശയം ആശാൻ ഈ വണ്ടിയിലൊന്ന് കയറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ. അയ്യോ ആശാനെ, എന്നെ വല്ലതും വീണോ? ഒരു ജീപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്. ഞാനവരെ പിടിച്ചിരുത്തിരിക്ക. വേഗം വാ. പഞ്ചർ ജീപ്പിക്കാറ്. തുടക്കം മോശമല്ല. ഐശ്വര്യ അള്ളു വെച്ചത് എങ്ങനെ?
പോലീസ് ജീപ്പാണെന്ന് നേരത്തെ പറയായിരുന്നു എന്താ തെണ്ടി. അതിനെന്താശനെ നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും. പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. സർ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പഞ്ചർ ബ്രദേഴ്സ്. ഇത് കൊള്ളാമല്ലോ. അതെ സർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും. അതെ, കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്തും. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും. വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത എത്തും. പഞ്ചർ എവിടെയുണ്ടോ അവിടെയുണ്ട് പഞ്ചർ ബ്രദേഴ്സ്. അതെ ഈ പഞ്ചര കണ്ടുപിടിച്ചേ അല്ല ആശാന. ബ്രദേഴ്സ് റെഡി, പണി തുടങ്ങൂ. ഇവർ തുടങ്ങും. സാറിന്ന് കാര്യം കഴിക്കണമെന്നില്ല, തീരെ എടുക്കും. സാറ് പോയി ചാടിച്ചിട്ട് വാ. അസനേ, പിന്നൊരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോളാ. എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷേറാ? എടാ, നാട് മുഴുവൻ കള്ള ട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹപ്പിരിവും RTO ഏമാന്മാരുടെ ഉല്ലാസപ്പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ ഓച്ചന്തുരത്തിലെങ്ങാണ്ട് ഒരു പഞ്ചർ കട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചറൊട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 ഉലുവ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ടമാരി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. ആ അല്ലടാ, കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ. ആ സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറിന് പോലീസുകാരൻ അതിന്റെ പേരിൽ 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം. പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ കാശ് ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി. മേലെ ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. അയ്യോ പാവാ, പുതിയതായിട്ട് കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണം പോയില്ലേ. ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ വീടും കൂടി. ഞാനൊരു അനാഥനല്ലേ. ശരി, ലൊക്കേഷൻ ഷിഫ്റ്റ്. ഈശോയെ, മോന്റെ കത്തായിരിക്കും. അതെ, കത്ത് വന്നു. പക്ഷെ ചെലവിലുള്ള കാശ് മാത്രം വന്നില്ല. ഈ തവണയും പഴയ പല്ലത് തന്നെ. അത്യാവശ്യം വല്ല വേണേ ചോദിക്കാം. നിന്നോടോ? എന്നോടല്ല, ആശാനോട്. ചായക്കട നേരത്തെ അടച്ചാ? എങ്ങനെ അടക്കാതിരിക്കും? നമ്മളല്ലേ പറ്റുകാരി. പറ്റുകാരല്ല, പറ്റിപ്പുകാരി. ഒരു കാര്യം എന്റെ അമ്മേ, ആ കേശവുള്ള ചേട്ടന് ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്ത തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. നിന്റെ കാര്യമല്ലടാപ്പ. പിന്നെ